ഓക്കെ. പിന്നെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ഇതേ ആഡ് സെറ്റ് ലെവലിൽ തന്നെ പ്ലേസ്മെൻറ്റ്സിൽ ഇവിടെ നിങ്ങൾക്ക് വാല്യൂ റൂൾസ് കൊടുക്കാനായിട്ട് പറ്റും. ഓൾറെഡി നമ്മളിവിടെ ഇത് വാല്യൂ റൂൾസിനെ കുറിച്ച് നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആഡ് സെറ്റ് ലെവലിൽ നിങ്ങൾക്ക് ഇവിടെ വാല്യൂ കൊടുക്കാൻ പറ്റുമെന്ന്. അതായത് എന്താണ് ഇവിടെ വാല്യൂ റൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷനില്ലേ, ഇവിടെ എങ്ങനെ വാല്യൂ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് ക്രൈറ്റീരിയ ബേസ് ചെയ്ത്, അതായത് ഇപ്പം ഓഡിയൻസ് ആണോ, ഇപ്പോൾ ഓഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ ഏത് ഓഡിയൻസ് ആണ്, ഏജ് ആണോ, ജെൻഡർ ആണോ, ഡിവൈസ് ആണോ, ലൊക്കേഷൻ ആണോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവർക്കിപ്പം മെന്നാണ് കൂടുതൽ കൺവേർട്ട് ആവുന്നെങ്കിൽ മെന്നിന് കുറച്ചുകൂടെ വെയിറ്റേജ് കൊടുക്കണം, വാല്യൂ കൂട്ടി കൊടുക്കാം. വിമൺ ആണെങ്കിൽ വിമന്, അല്ലെങ്കിൽ ലൈക്ക് ഇന്ന ഏജിലുള്ള ആൾക്കാർക്കാണ് കൂടുതൽ പർച്ചേസ് വാങ്ങുന്നത്, അപ്പോൾ അവർക്ക് കൂടുതൽ കൊടുക്കാം. അങ്ങനെ ഒരു അപ്ഡേറ്റ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. നിങ്ങൾ ആദ്യത്തെ ഈ വീഡിയോസ് നോക്കുമ്പോൾ വാല്യൂ സെറ്റിൽ ആ ഒരു ഓഡിയൻസ് ലെവൽ മാത്രമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ലെവലൂടെ വന്നിട്ടുണ്ട്. പുതിയൊരു അപ്ഡേറ്റിൽ പ്ലേസ്മെൻറ്റിൽ നിങ്ങൾക്ക് ഈ വാല്യൂ റൂൾ കൊടുക്കാൻ പറ്റും. അത് അവിടെയും കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെയും കൊടുക്കാൻ പറ്റും. ഇവിടെ ക്രിയേറ്റ് ന്യൂ റൂൾ കൊടുത്തു കഴിഞ്ഞാൽ ഏത് പ്ലേസ്മെൻ്റ് ആണ്, ഫേസ്ബുക്ക് ഫീഡിൽ നിന്നാണ് കൂടുതൽ കൺവേർഷൻസ് വരുന്നത്, സ്റ്റോറീസിൽ നിന്ന്, അല്ലെങ്കിൽ റീൽസ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് ആൻഡ് റീൽസിലാണ്. അവിടെ നമ്മൾ ഓക്കെ ബിഡിങ് 50% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉള്ള ആൾക്കാർക്ക് കൂടുതൽ നമ്മുടെ ആഡ് കാണിക്കുകയും, അല്ല അവിടെ കൂടുതൽ ബിഡ് ചെയ്ത് അവിടെ നിന്ന് കൂടുതൽ കസ്റ്റമേഴ്സിനെ അക്യൂർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ പുതിയ അപ്ഡേറ്റ് ആണ്. നമുക്ക് റൂൾ ബേസ്ഡ് പ്ലേസ്മെൻറ്റിൽ നമുക്കിപ്പോൾ കൊടുക്കാൻ പറ്റും. നേരത്തെ ഓഡിയൻസിൽ മാത്രമായിരുന്നു, ജെൻഡർ, ഏജ്, അതുപോലെ ഡിവൈസ്, ലൊക്കേഷൻ ഒക്കെ വെച്ചിട്ട് ഓഡിയൻസ് സെഗ്മെൻറ്റ് വെച്ച് മാത്രമായിരുന്നു കൊടുക്കാൻ പറ്റുക. ഇപ്പം പ്ലേസ്മെൻറ്റ്സിലും നമുക്ക് ഇതുപോലെ വാല്യൂ കൊടുക്കാൻ പറ്റും, ബിഡിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് വേറൊരു അപ്ഡേറ്റ് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുള്ളത്. റൂൾ സെറ്റ് പ്ലേസ്മെൻറ്റ്സിലും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഈ പറയുന്ന അപ്ഡേറ്റ്സ് ഒക്കെ എല്ലാവർക്കും ചിലപ്പോൾ വരണമെന്നില്ല. ചിലരുടെ ഓരോരുത്തരുടെയും ആഡ് അക്കൗണ്ട് വെച്ചിട്ടാണ്. ചിലർക്ക് റോൾ ഔട്ട് ആയിട്ടുണ്ടായിരിക്കും, ചിലർക്ക് റോൾ ഔട്ട് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ റോൾ ഔട്ട് ആവാത്തവരൊന്ന് പാനിക് ആവണ്ട, അത് കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം റോൾ ഔട്ട് ആയിക്കോളും കേട്ടോ.